കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിൽപ്പെട്ട മടവൂർ മക്കാമിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അവിടേക്ക് പോകേണ്ട റൂട്ടും ചെലവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നാം പരിചയപ്പെടുത്തുന്നത്. جئت إليك ذليلا أناجي من لي غيرك ربي يسمع مني شكوى حين محل البلاء جئت إليك റസ VPR യൂട്യൂബ് ചാനലിൻ്റെ 355-ാമത്തെ എപ്പിസോഡ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രമായ മടവൂർ മക്കാമിലേക്ക് ട്രെയിൻ വഴിയും ബസ് വഴിയും എങ്ങനെ എത്തിച്ചേരാമെന്നാണ് ഇന്ന് നാം പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ താനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നിന്ന് മടവൂരിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ട്രെയിൻ കയറി നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് നമുക്ക് മടവൂരിലേക്ക് പോകാമെന്നാണ് ഇന്ന് പറയുന്നത്. കേരളത്തിലെ ഏത് ഭാഗത്തു നിന്ന് വരുന്ന ആളുകളാണെങ്കിലും അവർ കോഴിക്കോട് വന്നിറങ്ങിയാൽ ബസ് വഴിയാണ് മടവൂരിലേക്ക് പോകേണ്ടത്. ആ റൂട്ട് വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് പാളയം സ്റ്റാൻഡിലേക്കോ പുതിയ സ്റ്റാൻഡിലേക്കോ എത്തി അവിടെ നിന്ന് മടവൂരിലേക്ക് പോകുന്ന ബസ് കിട്ടും. അതിന് ഡയറക്റ്റ് മടവൂരിലേക്ക് പോകാൻ കഴിയും. ഇനി ഒന്നുകൂടി വിശദീകരിച്ച് ഈ റൂട്ട് മനസ്സിലാക്കേണ്ടവരുണ്ടെങ്കിൽ ബാക്കി ഭാഗം കൂടി കേൾക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലാണ്. കോഴിക്കോട് 3 ബസ് സ്റ്റാൻഡുകളാണുള്ളത്. ഒന്ന് KSRTC, മറ്റൊന്ന് പുതിയ സ്റ്റാൻഡ്, മറ്റൊന്ന് പഴയ സ്റ്റാൻഡ് എന്ന പാളയം ബസ് സ്റ്റാൻഡ്. കോഴിക്കോട് നിന്ന് മടവൂരിലേക്ക് ഡയറക്റ്റുള്ള ബസ്സുകൾ പുറപ്പെടുന്നത് പാളയം സ്റ്റാൻഡിൽ നിന്നാണ്. പാളയം സ്റ്റാൻഡിലേക്ക് നമുക്കിതിവിടെ ഓട്ടോറിക്ഷകളുണ്ട്. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷയ്ക്ക് പാളയം സ്റ്റാൻഡിലേക്ക് പോകാം. 30 രൂപയാണ് ചാർജ്. ഓട്ടോറിക്ഷക്കല്ലാതെ നടക്കാൻ കഴിയുന്നവർക്ക് ഒരു 1/4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്നിട്ടും പാളയം സ്റ്റാൻഡിലേക്ക് എത്താവുന്നതാണ്. സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്ന് ഇവിടെ നിന്ന് നമുക്ക് പുതിയ സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകൾ ധാരാളം കിട്ടും. അതിൽ കയറി പുതിയ സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു ബസ് കയറി മടവൂരിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ഏറ്റവും സൗകര്യം പാളയം സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറലായതുകൊണ്ട് നമ്മൾ സ്റ്റേഷൻ്റെ മുമ്പിൽ നിന്നൊരു ഓട്ടോറിക്ഷ വിളിച്ച് നേരെ പാളയം സ്റ്റാൻഡിലേക്ക് പോവുകയാണ്. അതാവുമ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സുകളായിരിക്കും. സീറ്റുകൾ സുലഭമായിട്ട് നമുക്ക് കിട്ടും. സുഖകരമായിട്ട് മടവൂരിലേക്ക് ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. പുതിയ സ്റ്റാൻഡിൽ നിന്നാണ് നിങ്ങൾ ബസ് കയറുന്നത് എന്നുണ്ടെങ്കിൽ അത് പാളയത്ത് നിന്ന് വരുന്ന ബസ്സായതുകൊണ്ട് തന്നെ സീറ്റ് ഉണ്ടോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. തിരക്കുള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ സീറ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് പാളയമാണ്. അങ്ങനെ നമ്മൾ പാളയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെയാണ് മടവൂരിലേക്കുള്ള ബസ്സുകൾ നിൽക്കാറുള്ളത്. നമ്മൾ എത്തിയ ഉടനെ തന്നെ ഒരു ബസ് പുറപ്പെടുന്നുണ്ടായിരുന്നു. വേഗം അതിൽ നമ്മൾ കയറി. ഇവിടെയാണ് കോഴിക്കോട്ടെ പ്രശസ്തമായ പാളയം മാർക്കറ്റ്. അങ്ങനെ പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് നേരെ മടവൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ബസ് പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ടപ്പുറത്താണ് പുതിയ ബസ് സ്റ്റാൻഡ് ഉള്ളത്. മടവൂരിലേക്ക് പോകുന്ന ബസ്സുകളൊന്നും അവിടെ കയറൂല. ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടുക. ഇതാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡ്. ബസ് വഴി കോഴിക്കോട്ടേക്ക് വരുന്നവരുണ്ടെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയതിന് ശേഷം തൊട്ടപ്പുറത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് നിന്ന് കഴിഞ്ഞാൽ മടവൂരിലേക്കുള്ള ബസ്സുകൾ കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്താൻ പറ്റും. KSRTC വഴി പോരുന്ന ആളുകളാണെങ്കിൽ മാനന്തവാടി വയനാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സിൽ കയറിയിട്ട് പടനിലം ഇറങ്ങിക്കഴിഞ്ഞാൽ പടനിലം ജംഗ്ഷനിൽ നിന്ന് മടവൂരിലേക്ക് ബസ്സുകളോ ഓട്ടോറിക്ഷയോ വഴി എത്തിച്ചേരാൻ കഴിയും. അങ്ങനെ നമ്മൾ ഈ ബസ്സിന് ടിക്കറ്റ് എടുത്തു. 28 രൂപയാണ് ഒരാൾക്ക് കോഴിക്കോട് ടു മടവൂർ ചാർജ് വന്നിട്ടുള്ളത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പാളയം സ്റ്റാൻഡിലേക്ക് നമുക്ക് ഓട്ടോക്കായത് 30 രൂപ. അങ്ങനെ 58 രൂപക്കാണ് മടവൂർ എത്തിയത്. ഇപ്പോൾ ബസ് പടനിലം ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത്. KSRTCക്ക് വരുന്നവർ ഇവിടെയാണ് ഇറങ്ങുക. ഇവിടെ നിന്ന് ഈ കാണുന്ന റൂട്ടിലൂടെ നേരെ പോയാൽ ഇവിടേക്ക് തിരിഞ്ഞ് നേരെ പോയാൽ മടവൂരിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇത് നരിക്കുനി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അങ്ങനെ അവസാനമായി നമ്മൾ മടവൂർ ടൗണിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് തൊട്ട് മുമ്പിൽ കാണുന്ന ഇടത്തോട്ടുള്ള ആ റോട്ടിലൂടെ നേരെ പോയാൽ മടവൂർ മക്കാമിൻ്റെ അടുത്ത് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ നിന്ന് 1 കിലോമീറ്ററിൻ്റെ താഴെയുള്ളൂ മക്കാമിലേക്ക്.
നടന്നു പോകേണ്ടവർക്ക് അങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടോറിക്ഷ വിളിച്ചിട്ടും മക്കാമിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതാ നമ്മൾ മഹാനായ CM വലിയുല്ലാഹി റളിയല്ലാഹുവിന് അന്ത്യവിശ്രമം കൊള്ളുന്ന മടവൂർ മക്കാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇതാണ് മക്കാം ഷരീഫ്. അള്ളാഹു മഹാനായ CM വലിയുല്ലാഹി റളിയല്ലാഹുവിൻ്റെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. CM മക്കാമിൻ്റെ ചരിത്രങ്ങളും മറ്റൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തതിനാൽ ഇന്ന് ചരിത്രത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്ഥിരം ഇവിടേക്ക് വരുന്ന ആളുകൾക്ക് ഈ റൂട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അറിയാം. എന്നാലും അറിയാത്ത ഒരുപാട് ആളുകൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉപകാരമാവട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അള്ളാഹു നമ്മുടെയൊക്കെ ഈ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവരെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.